ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരയായാണ് ഹിമാലയത്തെ കണക്കാക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വ്യത്യസ്തതയ്ക്കുള്ള മുഖ്യ കാരണഹേതുവും ഹിമാലയ പർവ്വതം തന്നെയാണ്. ഭൂമിയുടെ പുറംതോടിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളായ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായാണ് ഹിമാലയം രൂപപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഈ കൂട്ടിയിടി ആരംഭിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അന്നു മുതൽ ഹിമാലയൻ മേഖലയിൽ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ഭൂകമ്പങ്ങൾക്കും ഭൂചലനങ്ങൾക്കും ഈ കൂട്ടിയിടി കാരണമായെന്നും കരുതപ്പെടുന്നുണ്ട്. വളരെ കാലമായി ഇന്ത്യൻ ഫലകം യൂറേഷ്യൻ ഫലകത്തിനിടയിൽ സുസ്ഥിരമായ ചലനത്തിലൂടെ ക്രമാനുഗതമായി തെന്നിമാറുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ഈ ചലനം ടിബറ്റൻ പീഠഭൂമിയെ പതുക്കെ ഉയർത്തുകയും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള പരിവർത്തനത്തിൽ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ചെയ്തുവെന്നാണ് ഇത്രയും കാലം കരുതിയിരുന്നത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു പുതിയ പഠനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ ഫലകത്തിനിടയിൽ തെന്നിമാറുകയല്ല, മറിച്ച് ടിബറ്റിന് താഴെ ആഴത്തിൽ പിളരുകയാണെന്നാണ് പുതിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ ഭൂകമ്പ ഡാറ്റയാണ് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയത്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന അമേരിക്കൻ ജിയോഫിസിക്കൽ യൂണിയൻ കോൺഫറൻസിലായിരുന്നു ഈ സുപ്രധാന കണ്ടെത്തലിനെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. നേരത്തെ കരുതിയിരുന്നതുപോലെ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിനിടയിലേക്ക് സുഗമമായി കടക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ. ഡീലാമിനേഷൻ എന്ന അപൂർവ പ്രക്രിയയിലൂടെ പ്ലേറ്റിന്റെ സാന്ദ്രമായ താഴത്തെ ഭാഗം അടർന്ന് ഭൂമിയുടെ ആവരണത്തിലേക്ക് താഴുകയും മുകൾ ഭാഗവും ഭാരം കുറഞ്ഞതുമായ ഭാഗവും ഉപരിതലത്തിന് തൊട്ടുതാഴെയായി നീങ്ങുകയും ചെയ്യുന്നുവെന്നാണ് പുതിയ കണ്ടെത്തൽ. പരീക്ഷണത്തിന് വിപുലമായ ഭൂകമ്പ ഇമേജിംഗ് സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തെക്കൻ ടിബറ്റിലുടനീളമുള്ള 94 ബ്രോഡ്ബാൻഡ് സീസ്മിക് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടാണ് ഗവേഷക സംഘം പരീക്ഷണം നടത്തിയത്. ഇന്ത്യൻ ഫലകം കടുത്ത സമ്മർദ്ദത്തിന്റെയും വിഘടനത്തിന്റെയും ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫലമായി പ്ലേറ്റിന്റെ ചില ഭാഗങ്ങൾ വിഭജിക്കപ്പെടുന്നുവെന്നും താഴത്തെ പകുതി മാന്റിലിലേക്ക് കൂടുതൽ ആഴത്തിൽ വലിച്ചെടുക്കപ്പെടുന്നുവെന്നും ഇവർ വാദിക്കുന്നുണ്ട്. ഈ കണ്ടെത്തൽ ടിബറ്റിന് കീഴിൽ ഇന്ത്യൻ പ്ലേറ്റ് എങ്ങനെ ചലിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കാലങ്ങളായുള്ള പഠനങ്ങളുടെയും അനുമാനങ്ങളുടെയും വെല്ലുവിളിയാണെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന സൂചനകളുമായി ഈ കണ്ടെത്തലുകൾ യോജിക്കുന്നുവെന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ടിബറ്റൻ പീഠഭൂമിയിലുടനീളം ഭൂകമ്പങ്ങളുടെയും വിള്ളലുകളുടെയും വ്യക്തമായ പാറ്റേണുകൾ കാണാൻ സാധിക്കും. ഇത് ഭൂമിക്കടിയിൽ അസാധാരണമായ എന്തോ സംഭവിക്കുന്നതിന്റെ സൂചനയാണെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.